ഏതായാലും വളരെ തിരക്ക് പിടിച്ച ആ ഒരു തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ഏതാണ്ട് ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കൾ ഓരോരുത്തരും കുടുംബത്തിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു. നാഗപ്പൂരിലെ RSS ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ആദ്യം എത്തിയത് ദേവേന്ദ്ര ഫട്നാവിസ് ആണ്. കഴിഞ്ഞ ദിവസം ദേവേന്ദ്ര ഫട്നാവിസ് RSSന്റെ ഹെഡ്ക്വാർട്ടറിൽ നാഗപ്പൂരിലെ ഹെഡ്ക്വാർട്ടറിൽ എത്തുകയും 90 മിനിറ്റ് നേരം മുതിർന്ന പ്രചാരകന്മാരുമായി സംസാരിക്കുകയും ചെയ്തതായിട്ടാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ RSS ദേവേന്ദ്ര ഫട്നാവിസിനോട് പറഞ്ഞത് തൽക്കാലം രാജി വെക്കേണ്ടതായിട്ടില്ല, കാരണം ഇനി ഒരു വർഷം കൂടെ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളത്. ഇപ്പോൾ ഈ രാജി വെച്ച് കഴിഞ്ഞാൽ അതൊരു മോശം ഒരു ഫീലിങ്സ് മറ്റുള്ളവർക്ക് നൽകും. അതുകൊണ്ട് ഇപ്പോൾ രാജിവെക്കേണ്ട, സ്വന്തമായി മഹാരാഷ്ട്രയിൽ ബി.ജെ.പിയെ ജയിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് വേണ്ടത്, പാർട്ടി ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്, പാർട്ടിയുടെ പ്രവർത്തനം ഊർജിതമാക്കുകയാണ് വേണ്ടതെന്നൊരു ഉപദേശം നൽകി വിട്ടു. ഏതായാലും ഒരു ഇടക്കാലത്തിന് ശേഷം വീണ്ടും ബി.ജെ.പിയുടെ പല നേതാക്കളും നാഗപ്പൂർ ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങിയിരിക്കുന്നു. കുടുംബത്തിലേക്ക് തന്നെ വീണ്ടും മടങ്ങിയെത്തുന്നു. കുടുംബത്തിൻ്റെ മുതിർന്ന കാരണവന്മാരുടെ ഉപദേശങ്ങൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, ദേശീയ തലത്തിൽ RSS ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ പരാജയത്തിൽ നിന്ന് കരകയറാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ആദ്യപടി മഹാരാഷ്ട്രയിലായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയായിരുന്നു ദേവേന്ദ്ര ഫട്നാവിസ് രാജി വെക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഏതായാലും ഉദ്ധവിനെ കൂടെ കൊണ്ടുവരാനുള്ള ശ്രമം RSSന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്ന് കുറച്ച് ദിവസങ്ങളായി തന്നെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത് എത്രത്തോളം ഫലം കണ്ടു, ഇല്ലെങ്കിൽ ബി.ജെ.പിയുടെ പ്രവർത്തനത്തിൽ എത്രത്തോളം RSSന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാകുമെന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.